ഹലോ, വീട്ടുകാരി ബൈ ദീപ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെയാണ്, രാവിലെ ഞാൻ അടുക്കളയിൽ വന്നേക്കും കേട്ടോ. അപ്പം ഞാൻ തലേദിവസം തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് സ്ലാവൊക്കെ തുടച്ച് വൃത്തിയാക്കി, സ്റ്റൗ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കുവാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് രാവിലെ ഏറ്റു വരുമ്പോൾ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് തേച്ച് കഴുകാനൊക്കെ സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി ഇടുവാണെങ്കിൽ നമുക്ക് നേരെ വന്ന് ചായ അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ ചായക്കലെല്ലാം കഴുകി കമത്തി വെച്ചേക്കുവാണേ. അപ്പം എനിക്ക് അടുപ്പിൽ കത്തിക്കണ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വിറകില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കത്തിക്കുന്നില്ല. പിന്നെ കാപ്പിക്ക് വെള്ളം വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മൊന്ത വെക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും കൊച്ചിനും മാത്രം കേട്ടോ, ഞാനും കൊച്ചും മാത്രം കേട്ടോ കാപ്പി കുടിക്കുന്നത്. അതും ഒരു മൊന്ത അപ്പോൾ ബ്രൂ ആണേ ഞാൻ അതിൻ്റെ അകത്ത് ഇടുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ചായക്കലം ഇതിൻ്റെ അകത്താട്ടോ ഞാൻ ചായ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഒരു കലം ചായ ഞാൻ തിളപ്പിച്ച് തരും കേട്ടോ. അപ്പം വൈകുന്നേരത്തേക്കും കൂടെ കൂടിയാണ്. പിന്നെ അത് തിളപ്പിക്കാനൊന്നും നടക്കണ്ട, ആ ചായ തന്നെ മതി ഞങ്ങൾക്ക്. അത് ഒന്ന് ചൂടാക്കിയാൽ മതി പിള്ളേർക്ക് ചായ ചോദിക്കും. അപ്പോൾ അതേ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നോക്കിക്കേ, ചായ അതേ കാപ്പി തിളയ്ക്കാറായി. അപ്പോൾ ഇതാ കാപ്പി തിളച്ചു. ഞാൻ കാപ്പി എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് കൊച്ചിന് വേണ്ടി ഒരു അരമൊന്ത കാപ്പി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ തിളച്ചോ നോക്കുക, ചായ തിളച്ചിട്ടില്ല, ചായ തിളയ്ക്കാൻ ഇനി താമസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പല്ല് തേക്കാതൊക്കെ കേട്ടോ ഞാൻ കാപ്പി കുടിക്കുന്നത്. നിങ്ങളെങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ വന്ന് പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയേ, പുട്ടും പപ്പടമാണേ. പിന്നെ തലേ ദിവസത്തെ ഞായറാഴ്ച ഒന്ന് എല്ലുങ്കപ്പ ഉണ്ടായിരുന്നു, അതും ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. മോൾക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇതെല്ലാം കുഴച്ച് കൊടുക്കണം കേട്ടോ. പപ്പടം ഇട്ട് കുഴച്ച് കൊടുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ പഴമാണെങ്കിലും അവൾക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ, കുഴച്ച് കൊടുത്തെങ്കിലാണ് അവൾ തിന്നുകൊള്ളു. അപ്പോൾ കട്ടൻ ചായ കേട്ടോ, പാലൊന്നുമില്ലേ. പാലിനൊക്കെ വില കൂടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ലപ്പോഴും കേട്ടോ പാലൊക്കെ മേടിക്കാറുള്ളൂ. അപ്പോൾ ഞാനും ഇച്ചിരി എല്ലുങ്കപ്പ എടുക്കാമെന്ന് വിചാരിച്ചു. പുട്ട് ശകലം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലുങ്കപ്പയാട്ടോ എടുക്കുന്നത്. അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും കൊച്ചും കൂടി ഇരുന്ന് കഴിച്ച്. അപ്പോൾ പുട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല. പിന്നെ ചെറുക്കന്മാരൊക്കെ ഏറ്റിട്ടുണ്ട്, മൂത്തവനെ വന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൊച്ചാണെങ്കിൽ രണ്ടാമത്തവൻ അവിടെ നിൽക്കേണ്ട, അവനായിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നതാണ്. പിന്നെ ഇത് ഞങ്ങൾ കഴിച്ച ഉടനെ തന്നെ ഇത് മേശയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് അവന്മാർ വന്ന് കഴിക്കുമ്പോഴേ പിന്നെ എച്ചിലൊന്നും ഇല്ലാതെ അവർക്ക് ഇരിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാനത് അപ്പം തന്നെ ഞങ്ങൾ കൈയോടെ വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഈ വേഷത്തിലാട്ടോ നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും ഇങ്ങനെ നല്ല വേഷമൊക്കെ ഇട്ട് പണി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മളെങ്ങനെയാണോ നമ്മൾ വീട്ടിലെങ്ങനെയാണോ പണിയെടുക്കുന്നത് ആ ഒരു ഇതിലാട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ മേക്കപ്പൊന്നുമില്ല, മേക്കപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതാ ഫാൻ ഇട്ടേക്കണ കാര്യം അപ്പോഴാണ് ഓർത്തത്. ഞാൻ ഫാന് വന്ന് ഓഫാക്കിയേ. അപ്പം ഫ്രിഡ്ജിൻ്റെ അടിയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുവാണേ. അപ്പോൾ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം വീട്ടമ്മമാർക്കല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ എഡിറ്റിങ്ങിലൊക്കെ കുറച്ചൊക്കെ വ്യത്യാസമൊക്കെ കാണേ. അപ്പം ഞാൻ എഡിറ്റിങ്ങൊക്കെ ഒന്ന് പഠിച്ചു വന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ രണ്ടാമത്തവനാട്ടോ പിന്നെ എഡിറ്റിങ്ങിലൊക്കെ എന്നെ സഹായിക്കുന്നത്. അവന് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തുടച്ച് വൃത്തിയാക്കി പിന്നെ ഞാൻ ഈ പുറത്തേക്ക് ഇറങ്ങി തിണ്ണ അടിച്ചു വരുവാണേ. തിണ്ണ ചെറുതായതുകൊണ്ട് തന്നെ ഒത്തിരി ഒന്നും അടിച്ചു വരാനില്ല, ഞങ്ങളെ ചെറിയ തന്നെയാണ് കേട്ടോ. ചെറിയ വീടും കേട്ടോ ഞങ്ങളുടേതാ. 2 മുറിയും ഒരു ഹാളും ഒരു ചെറിയ അടുക്കളയും ഇതടങ്ങുന്നതാണേ. ഞങ്ങൾ 5 പേരല്ലേ ഉള്ളൂ. അപ്പം പിന്നെ മിറ്റമുണ്ട്, ചുറ്റിനും മിറ്റമുണ്ട് കേട്ടോ നല്ലവണ്ണം. പിന്നെ മുറ്റത്ത് തന്നെ ഒത്തിരി കരിയിലൊന്നുമില്ല, കാരണം മുൻവശത്തൊക്കെ ആണെങ്കിൽ മിച്ചിൽ ഇട്ടുകൊണ്ട് തന്നെ കരിയിലൊന്നുമില്ല. പിന്നെ പിള്ളേരെയൊക്കെ വലിയ കൊണ്ടിട്ടെങ്കിൽ മാത്രമായിട്ടോ അത് അടിച്ചു വരേണ്ടേ ഉള്ളൂ.
പിന്നെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് തിണ്ണയൊക്കെ തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേ. രാവിലെ തന്നെ ചില ദിവസമൊക്കെ കേട്ടോ രാവിലെ തന്നെ ഞാൻ തുടച്ച് വൃത്തിയാക്കുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് പട്ടിയുടെ ശല്യമുണ്ട് കേട്ടോ. തിണ്ണയിൽ വന്ന് പട്ടി കയറുവേ. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ രാവിലെ തന്നെ അത് തുടച്ച് വൃത്തിയാക്കണം. ഞങ്ങൾക്ക് പട്ടിയില്ല, പക്ഷേ പുറത്തുനിന്നുള്ളവരുടെ പട്ടിയുടെ ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ പിള്ളേരുള്ളിടത്ത് എന്തോരം തുടച്ചാലും മതിയാവില്ല. കാരണം പിള്ളേർ കളിക്കാൻ പോയി ചെരുപ്പിടാതെ അങ്ങോട്ട് പോയിട്ട് വന്ന് കയറും. അവർ കാല് തുടയ്ക്കും. പക്ഷെ എന്നാലും അവരെ കാലിലൊക്കെ ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം തിണ്ണ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹാളൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഹാളും തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൊച്ച് അപ്പുറത്തെ മുറിയിൽ നിന്നിട്ട് കൊച്ച് മേക്കപ്പൊക്കെ ചെയ്യുകയാണ്. അപ്പം അവൾക്കെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസും മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഞാനധികം മേക്കപ്പൊന്നും ചെയ്യുന്നില്ല. കാരണം എനിക്ക് മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ ചേട്ടന് മേടിച്ച ഒരു ക്രീമും പിന്നെ പൗഡറും ജസ്റ്റ് ഒന്ന് ഇടുവുള്ളേ. പിന്നെ ലിപ്സ്റ്റിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ണൊന്നും എഴുതുന്നൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അവളതേ വന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ട് വന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു, നീ എന്നാ ഡാൻസ് വീഡിയോ ചെയ്യണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അവൾക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് പാട്ട് പാടാനാട്ടോ ഇഷ്ടം. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ പാട്ടൊക്കെ പാടിയിരുന്നത്. പക്ഷെ ചിലവരൊന്നും അത് കണ്ടിട്ടും കൂടെ ഇല്ല. ഞങ്ങളെപ്പോഴുള്ള അടുക്കളയിൽ പണിയെടുക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷങ്ങൾ. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കും ഒരു വരുമാനമാവും. കാരണം പിള്ളേരൊക്കെ ചോദിക്കുമ്പോൾ ഓരോ കാര്യത്തിന് വേണ്ടി പിള്ളേർ ചോദിക്കുമ്പോൾ അമ്മയ്ക്കാണ് ജോലിക്ക് പോകാതെ എന്നൊക്കെ ചോദിച്ച് ഇവർക്ക് കാര്യങ്ങളൊക്കെ ഇച്ചിരി താമസം വരുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എപ്പോഴും ഭർത്താവിനോട് പൈസയൊക്കെ ചോദിക്കണേക്കാളും നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പിള്ളേർക്കൊക്കെ സന്തോഷത്തോടു കൂടി അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ തലേദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒത്തിരി തുണി അലക്കാനുണ്ട്. അന്നേരം നോക്കിയപ്പം ഭയങ്കര വെയിലാണ്. അപ്പം ഇതൊരു ഉച്ച വരെയുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വൈകുന്നേരം വരെയുള്ളൊന്നും എടുത്തിട്ടൊന്നുമില്ല, ഉച്ച വരെയാണ്. അപ്പം ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ മുറ്റം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സൈഡ് നമ്മൾ വൃത്തിയാക്കിയിട്ട് വരുമ്പോഴത്തേനും അടുത്ത സൈഡ് അവിടെ പുല്ല് വളർന്നു വരുവേ. അപ്പം ഇവിടെ ഞാൻ മിഞ്ഞാന്ന് വൃത്തിയാക്കിയുള്ളൂ. അപ്പോഴത്തേനും മഴ പെയ്തിട്ട് ഭയങ്കര പുല്ലാണ്. അപ്പോൾ കൊച്ചാണെങ്കിൽ അവിടെ വന്ന് കുറച്ച് സീനറി കാണിക്കുവാണേ. നിൽക്കുന്ന ആ ചെടിയുണ്ടല്ലോ അത് വെട്ടി വൃത്തിയാക്കാറായി. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പം ഞാൻ പറഞ്ഞു എടാ എനിക്ക് വിശക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചൊക്കെ ചോറുണ്ടായിരുന്നേ. പെണ്ണ് മാത്രം പുട്ടും പപ്പടം കേട്ടോ തിന്നായി. ചോറുണ്ണം ചിലപ്പോൾ മടിയാണ്. മൂത്തവൻ ഇവിടെ ഇല്ല. അപ്പോൾ അവൻ രണ്ടാമത്തവൻ ചോറുണ്ട്. ഇതേ കറി എന്ന് പറയുന്നത് ചാളക്കറിയും ചാള വറുത്തതും പപ്പടം കേട്ടോ. എപ്പോഴും ഒന്നും ഞങ്ങൾക്ക് 2 മൂന്നും കറി